നടൻ മണിയൻപിള്ള രാജു പ്രതിയായ വാഹനാപകട കേസിൽ പോലീസിന് ക്ലീൻ ചിറ്റ് നൽകി ഡെപ്യൂട്ടി കമ്മീഷണറുടെ റിപ്പോർട്ട്. നടപടിക്രമങ്ങൾ പാലിച്ചായിരുന്നു പോലീസ് അന്വേഷണമെന്ന റിപ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറി. അതേസമയം മണിയൻപിള്ള രാജുവിന്റെ രക്തപരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയാണ് പോലീസ്. കഴിഞ്ഞ വ്യാഴാഴ്ച ട്രിവാൻഡ്രം ക്ലബിന് മുന്നിൽ വെച്ചുണ്ടായ വാഹനാപകട കേസിന് ശേഷം മണിയൻപിള്ള രാജുവിനെ സംരക്ഷിക്കുന്ന നിലപാട് പോലീസ് സ്വീകരിച്ചുവെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. പിന്നാലെയാണ് സംഭവം അന്വേഷിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക് ഡിസിപിക്ക് നിർദ്ദേശം നൽകിയത്. ഈ അന്വേഷണ റിപ്പോർട്ടിലാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് ക്ലീൻ ചീറ്റ് നൽകിയത്. പോലീസ് രാത്രി മണിയൻപിള്ള രാജുവിന്റെ വീട്ടിലെത്തി. കാറും രാജുവും വീട്ടിലുണ്ടായിരുന്നില്ല. നടപടിക്രമങ്ങൾ പാലിച്ചായിരുന്നു പോലീസ് അന്വേഷണം. ഒപ്പം മണിയൻപിള്ള രാജുവിന്റെ വാദവും റിപ്പോർട്ടിൽ പോലീസ് തള്ളി. പോലീസിനെ വിളിച്ചുവെന്ന രാജുവിന്റെ വാദം തെറ്റാണ്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് രാജുവിന്റെ ഫോൺ വന്നിട്ടില്ല. രാവിലെ വന്നാൽ മതിയെന്ന് പോലീസ് പറഞ്ഞിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മണിയൻപിള്ള രാജുവിന്റെ രക്തപരിശോധനാ ഫലം അടുത്ത ദിവസങ്ങളിൽ ലഭിക്കുമെന്നാണ് പോലീസ് വിലയിരുത്തൽ. അപകട സമയത്ത് മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയാൻ ഈ ഫലം ആവശ്യമാണ്. ശേഷമായിരിക്കും കേസിൽ കൂടുതൽ വകുപ്പുകൾ രാജുവിനെതിരെ ചുമത്തുക. അപകടം നടന്ന് 12 മണിക്കൂറിന് ശേഷം രക്തസാമ്പിൾ ശേഖരിച്ചതിനാൽ മദ്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമോ എന്ന സംശയമുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ 2 യുവാക്കളും ചികിത്സയിലാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.